ഗൈസ്, ഹലോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു പുതിയ വേൾഡ് ഉണ്ടാക്കാൻ പോവാണ്. കാരണം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ വേൾഡ് എന്തോ പറ്റി, അത് നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു. പുതിയൊരു വേൾഡ് ഉണ്ടാക്കി അതിൽ നമ്മൾ സീരീസ് കണ്ടിന്യൂസ് ചെയ്യും. അപ്പോൾ ഈ വേൾഡിലത്തെ ആദ്യത്തെ എപ്പിസോഡ് ഇതായിരിക്കും. ഇത് പറഞ്ഞത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. നമുക്ക് ഈ വേൾഡിൻ്റെ പേര് ചുമ്മാ ഒരു തമാശയ്ക്ക് നമുക്കൊരു പേരിടാം. അപ്പോൾ നമ്മുടെ വേൾഡിൻ്റെ പേര് OG ഗെയിം എന്നാണ്. പിന്നെ നമ്മൾ ഹാർഡിലിട്ടു കുറച്ച് വെറൈറ്റി ആവാൻ വേണ്ടി. നമ്മുടെ വേൾഡിൻ്റെ സീഡ് ഇത് തന്നെയായിരുന്നു, വേറെ നമ്മൾ ഒന്നും മാറ്റുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഇനി മുതലുള്ള വീഡിയോ, ഈ ഒരു സീരീസിൽ ഇനി മുതലുള്ള വീഡിയോ നമ്മൾ മിഷൻസ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ മിഷൻസ് ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതാണ്. 3 മിഷൻസാണ്, ചിലപ്പോൾ 4 മിഷൻസ്. ബട്ട് നമ്മൾ ഇന്ന് 3 മിഷനെ ചെയ്യാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിഷൻ ആദ്യത്തെ ദിവസം എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം. അതാണ് നമ്മുടെ ആദ്യത്തെ മിഷൻ. പിന്നെ രണ്ടാമത്തത് ഒരു സ്റ്റാർട്ടർ ബേസ് എങ്ങനെയെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ലാസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോണിന്റെ എല്ലാ ടൂൾസും ഉണ്ടാക്കണം. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ഓർഡർ ഒന്നുമില്ല, നമുക്ക് ഏത് വേണമെങ്കിൽ ആദ്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോണിന്റെ ടൂൾസ് ആദ്യം ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കുക. അപ്പോൾ നമ്മൾ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മലേൻ്റെ താഴെ, ഒരു മഞ്ഞുമലേൻ്റെ താഴെയാണ് നമ്മൾ സ്പോണായത്. അവിടെ കുറേ അയണൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വില്ലേജും ഉണ്ട് ഗൈസ്. അപ്പോൾ അതൊരു നല്ലൊരു ഫൈൻഡിങ് ആയി. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വില്ലേജിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഞാനൊരു റീസോഴ്സ് കയറ്റിയതാണ്. സൂര്യനൊക്കെ ഉണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും. ആ പാട്ട് കേട്ടില്ലേ, അത് വിട്. നമ്മൾ നമ്മുടെ മിഷൻസ് ചെയ്യണം. ആദ്യത്തെ മിഷൻ നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാൻ നോക്കാം. കാരണം ഇവിടെ ഒരുപാട് സ്റ്റോണുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മരം വെട്ടണം. ഏറ്റവും ചെറിയ മരത്തിൽ തുടങ്ങാം. നമുക്ക് മരം വെട്ടി കളക്ട് ചെയ്ത് ആദ്യം വെച്ച് നമുക്ക് വുഡൻ്റെ വെപ്പൺസ് ആദ്യം ഉണ്ടാക്കണം. നമുക്ക് 6 വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലാങ്ക് ആക്കണം. ഇത് ഈ ക്രാഫ്റ്റിങ്ങിൻ്റെ ഇവിടെ കൊണ്ടുപോയി ഈ ഒരു വുഡ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലാങ്ക് ആയിട്ട് ഇത് കിട്ടും. 24 പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 4 എണ്ണം ഇങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇപ്പം നമുക്കൊരു സാപ്ലിങ്ങും കിട്ടിയിട്ടുണ്ട്. അതൊരു ഉപകാരമായി, കാരണം നമുക്ക് അവിടെ തന്നെ നട്ടു വെച്ചാൽ പിന്നെയും മരം ഉണ്ടായി വരും. അപ്പോൾ നമുക്കിനി വെപ്പൺസ് ഉണ്ടാക്കാൻ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയി നമുക്ക് ഇടിക്കാൻ കൈ വേണ്ട വെപ്പൺസിന്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറേ സ്റ്റിക്ക് വേണം. നമ്മൾ 8 സ്റ്റിക്കും 16 പ്ലാങ്കും ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഇനി നമുക്ക് വുഡൻ്റെ പിക്കാക്സ് ആദ്യം ഉണ്ടാക്കാം. 2 സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് 3 പ്ലാങ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വുഡൻ്റെ പിക്കാക്സ് കിട്ടും. പിന്നെ ആക്സും വേണം. ആക്സ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ വേണ്ട 2 വെപ്പൺസ് കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത്, സൂര്യൻ അവിടെ എത്തി ഗൈസ്. നേരത്തെ ആ ഒരു മലേൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുമായിരുന്നു, ഇപ്പോൾ അവിടെ എത്തി. നമുക്ക് വേഗം ചെയ്യണം. നമുക്ക് വേഗം ഇപ്പോൾ സ്റ്റോൺ കളക്ട് ചെയ്യണം, എന്നിട്ട് വേണം സ്റ്റോണിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മളൊരു 4ാമത്തെ മിഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമ്മുടെ ഈ ഒരു മാപ്പ് ഏകദേശം ഇത്രയും ഭാഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യലാണ്. നമുക്ക് ആ വില്ലേജിലേക്കൊന്ന് പോയിട്ട് അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മുടെ
നാലാമത്തെ മിഷൻ എന്ന് പറഞ്ഞാൽ അതും നമുക്കിപ്പോൾ വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ മൈൻക്രാഫ്റ്റ് ആദ്യമായിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുവാണ്, രാത്രിയായ ഈ വേൾഡിൽ കുറേ ഭീകര ജീവികൾ വരും. അവരെ നിങ്ങൾ പേടിക്കണം. കാരണം അവരെ നിങ്ങളെ കൊന്നാലേ അടങ്ങുള്ളൂ. ബട്ട് എനിക്ക് അവരൊന്നും പേടിയില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നൈറ്റ് സർവൈവ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മിഷൻ. അപ്പോൾ നമ്മൾ ബെഡ് ഉണ്ടാക്കിയാലും നമ്മൾ കിടന്നുറങ്ങില്ല ഗൈസ്. അതാണ് നമ്മുടെ ആദ്യത്തെ മിഷൻ. നമ്മൾ ആ മിഷൻ കുറേ പുറകോട്ട് കൊണ്ടുപോയി. കാരണം ഇപ്പം നമ്മൾ ചെയ്യുന്നത് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കലാണ്. ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റോൺ എടുത്തു, ഇത്രയും വേണ്ട ശരിക്കും. അപ്പം നമുക്ക് സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റോണിൻ്റെ പിക്കാക്സ് ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റിക്ക് കുറവാണ്. അപ്പം നമുക്ക് സ്റ്റിക്കും ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കി പിന്നെ നമുക്ക് സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കണം. ഇനി ഒരു സോഡ് ഉണ്ടാക്കണം. ഇനി അടുത്തത് നമുക്കൊരു ഷവൽ ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഹോയ് ഉണ്ടാക്കണം. ഹോയ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഇത് ഓക്കെ, ഹോയ് ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു ഹോയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തുകൊണ്ട് പോവാം. ഇനി നമുക്ക് കോൾ വേണം. കാരണം കോൾ ഉണ്ടെങ്കിൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ആ വില്ലേജേഴ്സൊക്കെ അവിടെ കുത്തി വെച്ചിരിക്കുന്ന കുറേ ടോർച്ചില്ലേ, ആ ടോർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടത്ത് കണ്ണ് കാണുള്ളൂ. പറഞ്ഞു വന്നില്ല അപ്പോഴേക്കും നമ്മൾ നട്ടു വെച്ച ആ ഒരു സാപ്ലിങ് വലുതായി അവിടെ മരമായി. നമുക്ക് പിന്നെ 2 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. അതും നമുക്കിവിടെ നട്ടു വെക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് കോള് വേണം. കോള് വെച്ച് ടോർച്ച് ഉണ്ടാക്കണം. അപ്പം നമുക്ക് വേഗം പോയി നമ്മുടെ കോൾ എടുക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരുപാട് കോളുണ്ട്. വേഗം ഒരുപാട് കോളും കളക്ട് ചെയ്ത് തൽക്കാലത്തേക്ക് നമുക്ക് തിന്നാനുള്ള ഫുഡ് കണ്ടുപിടിക്കണം. അത് നമുക്ക് വില്ലേജിൽ പോയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ചെസ്റ്റിലൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വുഡിൻ്റെ പിക്കാക്സ് പൊട്ടി. ഇനി നമുക്ക് സ്റ്റോണിൻ്റെ വെപ്പൺസ് വെച്ച് നമ്മുടെ ബാക്കി പണി തുടങ്ങാം. ഇവിടെയുള്ളതെല്ലാം നമ്മൾ ഏകദേശം പൊട്ടിച്ചു ഗൈസ്. ഇതൊരു ഗുഹയാണ്, അത് കൊള്ളാം. അത് അവിടെ കുറേ കോളിരിപ്പുണ്ട്. നമുക്ക് അതും എടുത്ത് ഇവിടെ നിന്ന് പോവാം. നമുക്ക് 20 കോള് കിട്ടി. ഇനി നമുക്കത് വെച്ച് ടോർച്ച് ഉണ്ടാക്കണം. അതിനൊരു സ്റ്റിക്കും ഈ കോളും ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ടോർച്ച് കിട്ടും. കണ്ടില്ലേ ഗൈസ്, ടോർച്ച് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വെളിച്ചം തരുന്നുണ്ട്. ഇവിടെ നിന്ന് പൊടി വീഴാൻ കാരണം ഇത് നമ്മുടെ സാധാ സ്റ്റോൺ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യസ്തമായ ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് ഗ്രാവൽ എന്നാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാവലെല്ലാം കൂടെ ഒരുമിച്ച് താഴേക്ക് വീഴും. ഞാൻ ജസ്റ്റ് ഒരു ട്രയൽ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, മൊത്തം വീണില്ല, എന്നാലും ഏകദേശം വീണു. അപ്പം ഇതാണ് ഗ്രാവല്. നമ്മുടെ ഈ ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്യലാണ് ആ മിഷൻ ഗൈസ്. ഇങ്ങനത്തെ മഞ്ഞിലൊക്കെ നിങ്ങൾ അറിയാതെ നിന്ന് പോയാൽ പണി കിട്ടും. കാരണം ഇത് നമ്മളെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. അവസാനം മരവിച്ച് ചാവും. അപ്പം അങ്ങോട്ടൊന്നും കൂടുതൽ നമ്മൾ പോകുന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു
ഇത്രയും ഭാഗം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. താഴെ അവിടെ പന്നിയുണ്ട്. ചിക്കനെ കാണുന്നില്ല ഗൈസ്. ചിക്കൻ അവിടെ ഉണ്ടാവണം. അപ്പോൾ ഗൈസ് സൂര്യൻ അവിടെ എത്തി. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ രാത്രിയാവാൻ തുടങ്ങും. നമുക്ക് വേഗം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വേഗം നമുക്ക് വില്ലേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അവരുടെ ചെസ്റ്റ് ഒന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. നമ്മൾ ആ ആവശ്യമുള്ള ഫുഡ് മാത്രം. കാരണം നമ്മൾ ആരുടെ അടുത്തൊന്നും മോഷ്ടിക്കും, ബട്ട് അവരുടെ സാധനങ്ങളൊന്നും നശിപ്പിക്കില്ല. നമുക്ക് ഇവിടെ ഒരു വലിയ കുഴിയുണ്ട്, അത് നമുക്ക് അടച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ അവന്മാർ ചാവും. ഇവൻ്റെ അടുത്തും ഫുഡാണ്, അതും എടുത്ത് പോവാം. രാത്രി ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ട് ബാക്കിയും കൂടെ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ സർവൈവൽ തുടങ്ങാം. ഈ ഒരു രാത്രി നമുക്കൊരു ആർമർ കിട്ടിയിട്ടുണ്ട്, അത് വിട്ട് നമ്മുടെ പണി തുടങ്ങാം. ഈ വീട്ടിൽ ഓക്കെ. അപ്പോൾ ഈ വീട്ടിൽ നമുക്ക് ഒരുപാട് ബ്രെഡും ഉണ്ട്, പിന്നെ ഒരുപാട് എമറാൾഡും ഉണ്ട്, പിന്നെ പൊട്ടേറ്റോ ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ള ഭക്ഷണത്തിൽ കൂടുതലായി. നമുക്ക് ഈ ഒരു വീട് കൂടെ നോക്കി കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് സർവൈവ് ചെയ്യാം ഈ നൈറ്റ്. ഓക്കെ, നമ്മുടെ ഫുഡ് ഫുള്ളായിട്ടുണ്ട്. ഇനി കണ്ടില്ലേ ആ ഒരു വ്യൂ കണ്ടില്ലേ, ഏതാ. നമുക്കപ്പോ ഇനി സർവൈവ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഭീകരജീവികളൊക്കെ ഞാൻ കാണിച്ചു തരാം. നൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വേൾഡ് അവരുടെയാണ്. അവരെല്ലാവരും സ്പോൺ ആവാൻ തുടങ്ങും. അത് കണ്ടില്ലേ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഭീകരജീവി. വലിയൊരു എട്ടുകാലിയാണ്. നമ്മളെ കൊല്ലാൻ വരും. നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭീകരജീവി. ഇവന്റെ പേര് ക്രീപ്പർ എന്നാണ്. കണ്ടില്ലേ ഗൈസ് അവൻ എന്താ ചെയ്തതെന്ന്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്രീപ്പർ. ഒരു ക്രീപ്പർ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്മാരും മരിക്കും. അത് നമ്മുടെ അടുത്ത ഭീകരജീവി. ഇവനാണ് സോംബി. അവനെ കൊന്നിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത ഭീകരജീവി. അവന്റെ പേര് സ്കെലറ്റൻ ആണ്. ഒരു അസ്ഥികൂടം പോലെ ഉള്ള ഒരു ചങ്ങായി. അവന്റെ അടുത്ത് അമ്പുണ്ട്. ആ അമ്പ് വിട്ടവൻ നമ്മളെ കൊല്ലും. കണ്ടില്ലേ ആ അമ്പ് എവിടെ ഗൈസ്? അതിവിടെ. അവനെവിടെ അമ്പ് വിട്ടു. അപ്പൊ നമ്മുടെ മേത്തേക്ക് വിടും. അവനെ നമ്മൾ കൊന്നു. ഇത് ഹാർഡായതുകൊണ്ടാണ് ഗൈസ് നമ്മുടെ ലൈഫ് ഇത്ര പെട്ടെന്ന് തീർന്നു പോകുന്നത്. ഇത് അവിടെ ഒരുത്തനും കൂടെ നിൽപ്പുണ്ട്. നമുക്ക് അവനെ പോയി ചുമ്മാ മുട്ടി നോക്കാം. അവനെ കൊന്നു. അത് അടുത്ത സ്കെലറ്റിൻ അവിടെ ഉണ്ട്. നമ്മൾ അവനെയും കൊന്നു. ഫസ്റ്റ് നൈറ്റ് തന്നെ നമ്മൾ ഒരുപാട് കൊലപാതകം നടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൊലപാതകം തീർന്നിട്ടില്ല. നമ്മൾ ഇനി വില്ലേജേഴ്സിനെ രക്ഷിക്കാൻ പോവാണ്. അവിടെ ഏതെങ്കിലും സോംബിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സോംബീസിനെ. ഇതെന്താണിത് ഗൈസ്? മൈൻക്രാഫ്റ്റിന് എന്നെ ഇഷ്ടമില്ല. മൈൻക്രാഫ്റ്റിന് എന്നെ ഇഷ്ടമില്ല. ഓടാ. ഇത്രയും സോംബീസ്. എനിക്കൊരു ഡൗട്ട് അവിടെ സ്പോണർ ഉണ്ടോന്നൊരു.
ഡൗട്ടുണ്ട്. സ്പോണർ ഉണ്ടെങ്കിൽ അവിടെ ഇത്രയും സ്പോൺ ആവുള്ളൂ. നമുക്ക് വേഗം അവരെ കൊല്ലണം. ഈ ചെറിയ സ്പോണാണ് ഏറ്റവും ഡേഞ്ചർ. കാരണം അവന്മാർക്ക് സ്പീഡ് കൂടുതലാണ്. ജസ്റ്റ് മിസ് കഴിച്ചു. നമ്മൾ ചത്തുപോയാനെ. ബാക്കിയുള്ള സോംബീസ് എവിടെടാ? എനിക്കാരെയും പേടിയില്ല. ഇവിടെ നിന്നായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് സ്പോണായി വന്നത്. അല്ലേ, ഇവിടെ നിന്നായിരുന്നല്ലോ. ഡിസ്പോണായി തോന്നുന്നു. അവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ വില്ലേജ് രക്ഷിക്കാൻ പോകുന്നു. അതാ വില്ലേജിന്റെ അടുത്ത് ഒരു ക്രീപ്പറും സ്പൈഡറും നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ കൊന്ന് വില്ലേജ് രക്ഷിക്കാം. ക്രീപ്പർ ഇതാണ് ചെയ്യുന്നത്. ആ വില്ലേജ് മൊത്തം നാശമാക്കും. ഒരു വൃത്തിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അത് മൊത്തം നാശമാക്കും. ഇനി അടുത്ത ചെയ്യേണ്ടത്, ആ രാത്രിയായി, വീട്ടിൽ കയറി പോടാ. അവന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. നമുക്ക് വഴി ഉണ്ടാക്കി കൊടുക്കാം. നീ വീട്ടിൽ കയറാ. ഓക്കെ, അവനങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട്. അതവിടെ 2 സ്കെലറ്റൻ. നമുക്ക് മെല്ലെ പോയിട്ട് അവരെ കൊല്ലാൻ നോക്കാം. രാവിലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോ അവിടെ മൂണൊക്കെ പോയി. അവനെയും കൂടെ നമുക്ക് കൊല്ലണം. നമ്മുടെ വുഡൻ വെപ്പൺസ് നമ്മുടെ അടുത്ത് നിന്ന് പോയി. നമുക്ക് സ്റ്റോണിന്റെ വെപ്പൺസ് മാത്രം മതി. രാവിലെ ആയാൽ ഈ ഭീകരജീവികളൊക്കെ കത്തി നശിക്കും. അപ്പൊ നമുക്ക് രാവിലെ ഇവരെ ആരെയും പേടിക്കണ്ട. ഇനി നമുക്കൊരു സ്റ്റാർട്ടർ ബേസിനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത മിഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ കൊള്ളാം ഗൈസ്. ഇത് നമുക്കൊന്ന് പ്ലെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നമുക്ക് സ്റ്റാർട്ടർ ബേസിനുള്ള സ്ഥലമാവും. നമുക്ക് ആദ്യം ഇവിടുത്തെ മണ്ണൊക്കെ ഒന്ന് വെട്ടിക്കഴിയാം. മൊത്തം മണ്ണും കളഞ്ഞ് ഇവിടെ നിന്ന് ക്ലീൻ ആക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. നമ്മുടെ സ്റ്റാർട്ടർ ബേസിനുള്ള സ്ഥലത്തിൻ്റെ പണി അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. കാരണം നമുക്ക് സ്റ്റാർട്ടർ ഹൗസ് ഉണ്ടാക്കാനുള്ള റീസോഴ്സ് കളക്ട് ചെയ്ത് ആ ചെസ്റ്റിലിടുവാണെങ്കിൽ പിന്നെ നമ്മുടെ ഇൻവെൻട്രി ഫുൾ ആവാനും തുടങ്ങി. അപ്പം നമുക്ക് അത് തന്നെ ചെയ്യാം. ഇവിടെ ഒരുപാട് മരമുണ്ട്. നമുക്ക് ഇവിടുത്തെ മരങ്ങൾ പൊട്ടിച്ച് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റാക്കിനടുത്ത് വുഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് പ്ലാങ്കും കൂടെ ഉണ്ടാക്കി നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് ആ ചെസ്റ്റിൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം. സ്റ്റോൺ വേണം നമുക്കിനി. അപ്പോൾ സ്റ്റോണിന് ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് തന്നെ സ്റ്റോൺ ഉള്ളതുകൊണ്ട് കൂടുതൽ എളുപ്പമായിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഒരു 1.5 സ്റ്റാക്ക് സ്റ്റോൺ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് സ്റ്റാർട്ടർ ബേസ് ആണ്, അപ്പോൾ നമുക്ക് വലുതായിട്ട് റിസോഴ്സ് ഒന്നും വേണ്ട. ചിലപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാനും സാധ്യതയില്ല. അടുത്ത എപ്പിസോഡിലേക്ക് സ്റ്റാർട്ടർ ബേസിൻ്റെ മിഷൻ മാറ്റും. കാരണം വീഡിയോ കൂടുതൽ ലോങ് ആയാൽ അത് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമുക്കൊരു ബെഡ് കണ്ടുപിടിക്കണം. കാരണം നമ്മുടെ ആദ്യത്തെ മിഷൻ ബെഡ് ഇല്ലാതെ സർവൈവ് ചെയ്യലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ബെഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, നമ്മുടെ മിഷനെ അത് ബാധിക്കില്ല. അപ്പോൾ ഇവിടെയൊന്നും നമ്മളൊരു ഷീപ്പിനെ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തിന് പുറത്ത് പോവാം. പിന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു മല ഇതിൻ്റെ ചുറ്റിനുമുണ്ട്. ഇവിടെ ഒരു വില്ലേജും ഇവിടെ ഒരു ഫോറസ്റ്റും, പിന്നെ നമ്മൾ അവിടെയാണ് സ്പോൺ ആയത്. അപ്പോൾ ഇതിന് ചുറ്റിനും മലയാണ്, മഞ്ഞുമലയാണ്. നമ്മൾ അതിൻ്റെ അകത്താണ് സ്പോൺ ആയത്. നമുക്ക് വേഗം പോയിട്ട് ഷീപ്പിനെ കണ്ടുപിടിക്കണം, കാരണം ഇപ്പം തന്നെ നൈറ്റ് ആവാറായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് അത്രയും അയൺ ഉണ്ടായിട്ടും എടുക്കാത്തതെന്ന്. കാരണം ഇപ്പോൾ അയണിൻ്റെ ആവശ്യമില്ല. വേറെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, അത് നമ്മുടെ മറ്റൊരു മിഷനാണ്. അപ്പോൾ നമുക്ക് ആ മിഷൻ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, അതിന് വരുന്ന എപ്പിസോഡിലായിരിക്കും ആ മിഷൻ ഉണ്ടാവുക. അപ്പോൾ അത് അവിടെ ഒരു ഷീപ്പ് നിൽക്കുന്നുണ്ട്, നമുക്ക് അവനെ വേഗം കൊന്നിട്ട് നമുക്ക് വൂള് വെച്ച് ബെഡ് ഉണ്ടാക്കണം. സൂര്യൻ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ഷീപ്പുണ്ട്, പക്ഷെ നമുക്ക് 2 ഷീപ്പും പോരാ, നമുക്ക് 3 ഷീപ്പിനെ വേണം. 2 വൂളെ കിട്ടിയിട്ടുള്ളൂ ഇതുവരെ, നമുക്ക് 3 വൂള് വേണം. ഗൈസ്, എന്തൊരു വ്യൂ ആ നോക്കിയത്. നമ്മുടെ സൂര്യൻ അസ്തമിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ഭീകരജീവികളൊക്കെ സ്പോൺ ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോയിട്ടൊരു ഷീപ്പിനെയും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കണ്ട. അപ്പം നമുക്ക് ആവശ്യമുള്ള ഷീപ്പ് അവിടെ ഉണ്ട്, അവിടെ ആവശ്യത്തിൽ കൂടുതൽ ഷീപ്പുണ്ട്. വേഗം അവനെ കൊന്നിട്ട് നമുക്ക് വേഗം തിരിച്ചു പോവാം. ഓക്കെ, നമ്മൾ 3 പേരെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 വന്നിട്ടുണ്ട്. സൂര്യൻ താഴേക്ക് പോയി. നമ്മുടെ പംകിൻ ഉണ്ട്, അപ്പോൾ നമുക്ക് പംകിൻ എടുത്തിട്ട് പോവാം. കാരണം ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഫാമിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമ്മളെ മഞ്ഞ് കുഴിച്ചുകൊണ്ട് പോയി ഗൈസ്. ഇത് ഒരുപാട് അടിയിലേക്കാണല്ലോ നമ്മളെ കുളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർട്ടർ ബേസിൻ്റെ സ്ഥലം അവിടെയുണ്ട്. നല്ല ക്ലീൻ ആയിട്ടാണ് ആ സ്ഥലം ഇരിക്കണത്. നമുക്ക് വേഗം കിടന്നുറങ്ങണം. ഓക്കെ, നമുക്ക് പെട്ടെന്നൊരു ബെഡ് ഉണ്ടാക്കി കിടന്നുറങ്ങാം. നമുക്ക് ഇവിടെ തന്നെ വെക്കാം, കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് പണി തുടങ്ങുമ്പോൾ നമുക്കതൊരു ഡിസ്റ്റർബ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ സമയമായി എന്നാണ് തോന്നുന്നത്. നമ്മൾ ഇന്ന് വെച്ച മിഷൻ നമ്മൾ അടുത്ത എപ്പിസോഡിലേക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇവിടെ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കും. പിന്നെ വേറെയും കുറച്ച് മിഷൻസും കൂടെ ചെയ്യും. ഇന്നത്തെ വീഡിയോ കുറച്ച് കൂടുതൽ ലോങ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മിഷൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.